നമസ്കാരം. ഇന്ന് ആസ് യൂഷ്വൽ ഒരു ട്രാവൽ വ്ളോഗാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി ഹസ്ബൻഡ് ഞങ്ങൾ 4 പേരും കൂടെ ഇന്ന് ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നാഷണൽ എക്സ്പ്രസ് ആണ് ബുക്ക് ചെയ്തത്. ഒരു 5 മണിക്കൂർ ജേർണി ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ബസ്സാണ് നാഷണൽ എക്സ്പ്രസ് ആണ്. ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 5 hour ജേർണി കഴിയുമ്പോഴേക്കും ഞങ്ങൾ വിക്ടോറിയ സ്റ്റേഷനിലാണ്. അതിന് ശേഷമാണ് അവിടുന്ന് ബാക്കിലോട്ട് അങ്ങോട്ടായിട്ട് നോക്കുന്നത്. അപ്പോൾ ബസ് എടുത്തു. ഒരു 9:25 ബസ് എടുത്തു. ഇനി ഞങ്ങളവിടെ ചെന്നിട്ട് വേണം എങ്ങോട്ടാണ് പോകേണ്ടത്, ടാക്സിയാണോ ഒക്കെ നോക്കേണ്ടത്. ഞാൻ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൽ ലണ്ടൻ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഒരു 1 hour ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ബസ് കാത്തിലെത്തി. ഞങ്ങൾ ഫുഡൊന്നും കരുതിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒരു രാത്രിയാണ് 3 ദിവസത്തെ ഒരു ടൂറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് ഹലോ, അങ്ങനെ നീണ്ട 5 മണിക്കൂർ ജേർണിക്ക് ശേഷം ഞങ്ങൾ വിക്ടോറിയ സ്റ്റേഷനിൽ എത്തിക്കുവാണ്. ഇനി ഇവിടുന്ന് ഒരു 30 മിനിറ്റ് ക്യാബിന് പോയാലേ നമ്മുടെ ഹോട്ടൽ റൂമിൽ എത്തത്തുള്ളൂ. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് വിക്ടോറിയ ബസ് സ്റ്റേഷൻ. ബാക്കിലാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനകത്ത് കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് 4 പേർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ഞങ്ങളത് കഴിഞ്ഞ് ഓടിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ ട്രെയിൻ പോവായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ടിക്കറ്റ് എന്ത് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അതിനുശേഷം മറ്റൊരു ട്രെയിനിനാണ് പിടിച്ചാണ് അവിടെ വരെ പോയത്. അപ്പോൾ അതിനുള്ള ഗൈഡും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഹോട്ടൽ റൂമിലേക്ക് പോകാനായിട്ട് വേണ്ടി ടാക്സി വരും. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. ഞങ്ങൾ അവർ പറഞ്ഞു തന്ന പോലത്തെ കാര്യങ്ങൾ കണ്ടിട്ട് കാണുന്നത് തിരക്കെല്ലാം മനസ്സിലാവുമല്ലോ. എപ്പോഴും ബീച്ചായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ കയറി ഇറങ്ങി. ജൂബിലി ലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് ആണ് എടുത്തിരുന്നത്. അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അതിനുശേഷം ഇച്ചിരി കറങ്ങി ഞങ്ങളുടെ ഹോട്ടൽ കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നടന്നാണ് വന്നത്. ഒരു 15 മിനിറ്റ്സ് നടക്കേണ്ടി വന്നു. ആദ്യം വേറൊരു ഹോട്ടലിൽ പോയി കയറി മിസ്റ്റേക്കായിട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് എത്തി. ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളതെല്ലാം ഓക്കെ ആക്കി. ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ ആണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റൂം അവർ തന്നു. 318 ആണ് ഞങ്ങളുടെ റൂം. എൻ്റെ കൂടെ ഉള്ള ആൾക്കാരുടെ വീഡിയോ ഒന്നും എടുക്കരുതെന്ന് അവർ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇതാണ് റൂം. ഒരു ഡബിൾ ബെഡും 2 സിംഗിൾ ബെഡും ആണ് ഈ റൂമിലുള്ളത്. ഇതൊരു ഫാമിലി റൂമാണ്. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും ഉള്ളതാണ്. ബാത്റൂമൊക്കെ എല്ലാം നല്ല ഫെസിലിറ്റി ഉള്ള നല്ലൊരു ഹോട്ടൽ റൂമായിരുന്നു. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. മേ ബി ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന സ്നാക്സൊക്കെ ഒന്ന് കഴിച്ചു. അവിടുന്ന് തന്നെ റൂമിൽ നിന്ന് കോഫി ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ അത്യാവശ്യം നോക്കിയായി. ഒന്ന് ഫ്രഷപ്പ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങളിനി വീണ്ടും പോവുകയാണ്. അപ്പോൾ 53 നമ്പർ ബസ്സിൽ ഞങ്ങൾ കയറിയിട്ട് ലണ്ടൻ ഐയുടെ അവിടെ ഇറങ്ങിയാലേ അവിടെ നിന്ന് പിന്നെ ക്രിസ്മസ് ലൈറ്റ്സ് കാണാനുള്ള ബസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി ഇറങ്ങി. ഇതാണ് സ്ട്രീറ്റ്. എൻ്റെ ഒരു ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ലണ്ടൻ്റെ നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. ഞങ്ങൾ അവിടെ വന്ന് ബസ് ഇറങ്ങി. ഇനിയിപ്പോൾ ലണ്ടൻ ഐയുടെ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇന്നിനി ലണ്ടനയുടെ അവിടെ നിന്നാണ് ഇനി ബസ് പോകുന്നത് ക്രിസ്മസ് ലൈറ്റ്സ് കാണാനുള്ള. സോ അവിടുന്ന് ബാക്കി വീഡിയോസൊക്കെ എടുക്കണം. ഇതാണ് ലണ്ടൻ ഐ. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് അതൊക്കെ സാധിച്ചത്. നല്ല ലൈറ്റ്സും എല്ലാം സിറ്റി ഓണായിട്ടിരിക്കുകയാണ് നൈറ്റ് ടൈമിൽ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു. ക്രിസ്മസ് ലൈറ്റ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ലൈറ്റ്സ് ടൂറാണ്. മേളിലത്തെ റൂഫില്ലാത്ത ബസ്, നമുക്ക് ഓപ്പണായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബസ്സിലാണ് 90 മിനിറ്റ്സ് നമ്മളെ ഇവർ ലണ്ടൻ സിറ്റിയിലെ ഫുൾ ലൈറ്റ്സ് കാണിക്കുന്ന രീതിയിൽ കറക്കും. എന്നിട്ട് നമ്മൾ എവിടെയാണോ കയറിയത് അവിടെ തന്നെ തിരിച്ച് നമ്മൾ വന്ന് ഇറങ്ങും. അപ്പോൾ അത് കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടി എടുത്തു. ഞങ്ങൾ നിന്ന സ്ഥലത്തു കൂടെ തന്നെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ബ്രിഡ്ജിൻ്റെ മുകളിൽ. അപ്പോൾ അവിടുത്തെ ടവറും അവിടുത്തെ ലണ്ടൻ ഐയും എല്ലാം കാണിച്ചു തരുവാണ്. ബസ്സിൽ തന്നെ ഒരാളുണ്ട് ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവിടെ എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ക്യാമറയൊക്കെ റെഡിയാക്കി എല്ലാത്തിൻ്റെയും വീഡിയോസും ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നൈറ്റിൽ ഇങ്ങനെ പോകുന്നത് ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓൾറെഡി ഉള്ള ക്രിസ്മസ് ലൈറ്റ്സ് അല്ലാതെ എല്ലാ ഷോപ്പുകളിലും എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. Now, for those of you who don't know much about this area, Oxford Street is good. ഏകദേശം ഒരു 30 മിനിറ്റ് ബസ് എടുത്തു കഴിഞ്ഞിട്ട് ലണ്ടൻ ലൈറ്റ്സ് കാണാൻ തുടങ്ങി. ഒരു അരമണിക്കൂർ ജസ്റ്റ് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാർസ് വെച്ച് മൊത്തം ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതെന്ന് ആണ് കണ്ടത്. അത് കുറേ നേരം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇനി ഏഞ്ചൽസ് ലൈറ്റ്സ് വരുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തം സ്ട്രീറ്റും ഇതുപോലെ സ്റ്റാർസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുമായിരുന്നു.
Oxford Circus. When we turn round, we're going to be turning right into Regent Street. They normally light it up in blue, but it looked like they had a power cut earlier. Most of the visitors that we use to this country used to go England, still not reinvent anything. See, like, sitting people in the car, in English, I've never heard of it. So they're coming into Piccadilly Circus. Get your cameras out again, guys, because it's worth it. This is the village right now. Have you ever been to Sadelle's? Where? Have you been to Sadelle's? I don't think so. It's a French thing and it's all underground. Doesn't ring a bell. Yeah. Doesn't ring a bell. It looks like a Parisian cafe. Uh-huh. And when you go down the stairs, you're suddenly into this huge restaurant. That's where it began, and that's where it still is. Have you been to Malta on one of them? Yesterday I was doing one of these tours, and we were stuck in traffic again, here. And he still carried on fighting this guy. The French shot his eye out. He had one eye.
Yeah. The only problem is the guy who owned the land behind this place, he wouldn't. ഹായ് ഹലോ. അപ്പോൾ 1.5 മണിക്കൂർ നീണ്ടുന്ന ബസ് ജേണി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റൂമിലെത്തിയേക്കുവാണ്. ഇനി ഫുഡ് കഴിക്കുക, ഉറങ്ങാം. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ടാറ്റ.